ഏപ്രിൽ 29 തിങ്കളാഴ്ച, ഈസ്റ്റർ ആഴ്ചയിലെ 5-ാമത്തെ ആഴ്ച. യോഹന്നാൻ 14:21 മുതൽ 26 വരെ വാക്യങ്ങൾ. DC കോമിക്സ് പ്രസിദ്ധീകരിച്ച അമേരിക്കൻ കോമിക് പുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സൂപ്പർ ഹീറോയാണ് സൂപ്പർമാൻ. ക്രിപ്റ്റോൺ എന്ന സാങ്കല്പിക ഗ്രഹത്തിലാണ് കൽ-എൽ എന്ന ജന്മനാമത്തിൽ സൂപ്പർമാൻ ജനിച്ചത്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ക്രിപ്റ്റൺ നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് മാതാപിതാക്കൾ അവനെ ഒരു ചെറിയ ബഹിരാകാശ കപ്പലിൽ ഭൂമിയിലേക്ക് അയച്ചു. കർഷകരായ ജോനാഥനും മാർത്ത കെൻറ്റും അവനെ കണ്ടെത്തി ദത്തെടുത്തു. അവർ അവന് ക്ലാർക്ക് കെൻറ്റ് എന്ന് പേരിട്ടു. അവിശ്വസനീയമായ ശക്തിയും അഭേദ്യമായ ചർമ്മവും പോലുള്ള വിവിധ അമാനുഷിക കഴിവുകൾ ക്ലാർക്ക് വികസിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ ദത്തെടുത്ത മാതാപിതാക്കൾ അവൻ്റെ ശക്തിയും കഴിവുകളും മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉപദേശിച്ചു. അന്നു മുതൽ ജാഗരൂകനായി കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ വ്യക്തിജീവിതം സംരക്ഷിക്കുവാൻ അവൻ വർണ്ണാഭമായ വേഷവിധാനത്തിലേക്ക് മാറുകയും കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുമ്പോൾ സൂപ്പർമാൻ എന്ന അപരനാമം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്നത് അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നവനാണ് എന്നാണ്. യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും യേശുവും അവൻ്റെ പിതാവും സ്നേഹിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ചോദിക്കാൻ കഴിയുക? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവസ്നേഹം. നമുക്ക് പണവും സ്വാധീനവും നല്ല ആരോഗ്യവും മറ്റ് നല്ല പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഈ ഭൂമിയിലെ ഏറ്റവും ദരിദ്രരിൽ ഒരാളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിരുപാധികമായ സ്നേഹമാണ് നൽകാനും സ്വീകരിക്കാനുമുള്ള ഏറ്റവും വലിയ സമ്മാനം. മനുഷ്യരായ നമ്മൾ നിരുപാധികമായി സ്നേഹിക്കുന്നു എന്നതാണ് അതിശയകരമായ കാര്യം. അത്ഭുതകരമായ കാര്യം ഇതാണ്: ദൈവത്തോടും യേശുവിനോടും ആത്മാവിനോടും ശുദ്ധവും നിരുപാധികവുമായ സ്നേഹം. നമ്മൾ എന്തു ചെയ്താലും എങ്ങനെ പെരുമാറിയാലും അവർക്ക് നമ്മോടുള്ള സ്നേഹം കുറയുന്നില്ല. അത് നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്നത്? എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാന രഹസ്യമാണ് സ്നേഹം സൃഷ്ടിക്കുന്നത്. നമ്മിലുള്ള ആത്മാവ് യേശുവിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് പ്രകാശനം ചെയ്യുന്നു. നാം പകരമായി നമ്മിൽ നിന്ന് സ്നേഹത്തെ ഉണർത്തുന്നു. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവായുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്നും നാം ആരാണെന്നും നമ്മുടെ ഉള്ളിൽ ആരാണെന്നും ഓർമ്മിപ്പിക്കാൻ ഇട നൽകുന്നു. സ്നേഹവും പ്രചോദനവും ശക്തിയും നമുക്ക് ലഭ്യമാകുന്നു. സൂപ്പർമാനെ പോലെ നമുക്ക് സാധാരണ ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നിമിഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും ഇതാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR
from Kerala.